ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നമ്മളെയാണ്. എത്രത്തോളം റിവിഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രാധാന്യം. കാരണം നല്ല ഇൻട്രസ്റ്റ് പഠിക്കാൻ ഓരോന്ന് അറിഞ്ഞാൽ അത് എനിക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയി തോന്നിയത്. റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. എല്ലാവരെയും പോലെ തന്നെ നീറ്റ് MBBS എന്നുള്ള ഒരു സ്വപ്നം കൊണ്ട് വന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. അപ്പം ആദ്യമൊക്കെ എല്ലാവരെയും പോലെ ജസ്റ്റ് എന്താണ് നീറ്റ് എന്നുള്ളത് വളരെ ഒരു വാഗായിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അന്നേരെയാണ് എന്താണ് നീറ്റ്, അതിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്നത് തന്നെ. അപ്പം ഇത്രയും ഒരു 6 മാസക്കാലം കഴിഞ്ഞ് ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പം എനിക്ക് ടാർഗറ്റിന് നീറ്റിന് വേണ്ടി ഒപ്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ ഒരു ബോണസ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഒരു നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. അതിപ്പോൾ പറയുകയാണെങ്കിൽ എക്സാംസ് ആയിട്ടും ക്ലാസ്സുകളായിട്ടും എന്തുകൊണ്ടും എനിക്ക് പേഴ്സണലി തോന്നിയത് ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന ഒരു കുട്ടിക്ക് ടാർഗറ്റ് നീറ്റ് സെന്റർ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ക്ലാസ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ ക്ലാസ്സുകളൊക്കെ നല്ല ഡെപ്ത് ആയിട്ടാണ് എല്ലാം എടുത്തു തരുന്നത്. ഇപ്പോൾ ഓരോ ക്ലാസ്സിലും ഉള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അന്ന് വൈകുന്നേരം തന്നെ സാർമാര് രാത്രി വരെയൊക്കെ ഇരുന്നിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യും. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പിന്നെ 2-3 വട്ടം വേണമെങ്കിലും സാർമാർ പറഞ്ഞുതരും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സാംസ് തന്നെയാണ്. കാരണം നമുക്ക് ഓരോ ദിവസം ചെറിയൊരു ടോപ്പിക്കാണ് നമ്മളിവിടെ കവർ ചെയ്യുള്ളൂ. പിറ്റേത്തെ ദിവസം നമുക്ക് അതിന്റെ എക്സാംസ് ഉണ്ടാവും. എത്ര തിയറി പഠിച്ചാലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എക്സാമിനാണ്. അപ്പം അതിന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് വീക്ക്ലി എക്സാം ഉണ്ട്, മന്ത്ലി എക്സാം ഉണ്ട്. മാത്രമല്ല നമ്മൾ എക്സാംസ് കഴിഞ്ഞാൽ നമ്മൾ സാർമാർ നമ്മളെ അടുത്ത് വരും. എന്നിട്ട് നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയെന്ന് നോക്കും. എന്നിട്ട് നമ്മളെ പ്രശ്നം എന്താണ് അവർ തന്നെ കണ്ടെത്തി മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ തരും. മെയിനായിട്ട് പറയുകയാണെങ്കിൽ സംജിത് സാറൊക്കെ നമ്മളെ ഓരോ വീക്ക് പോയിന്റ് സാർക്ക് അറിയാം. എന്നിട്ട് അതിന് വേണ്ടിയ സൊല്യൂഷൻ തന്ന് നമ്മളിങ്ങനെ കയറ്റി തന്നെ കൊണ്ടുവരും. അതിന് എനിക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയി തോന്നിയത് ഇവിടുത്തെ. ഓരോ ദിവസം നമുക്കിങ്ങനെ ഡെയിലി എക്സാംസ് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അധികം ലാഗിങ് വരില്ല. എല്ലാ ദിവസവും അന്നന്ന് എടുക്കുന്ന ആ കുറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ക്ലിയർ ആയിപ്പോവും. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ +2 ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ഇനി എനിക്കധികം കൺസെപ്റ്റും കാര്യങ്ങളൊന്നും വലിയല്ലേനി. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓരോ ക്ലാസ്സിന്നും ഓരോ കൺസെപ്റ്റാണ് നമ്മളിങ്ങനെ പഠിക്കാൻ ഇങ്ങനെ ആവേശം കൂടിയാണ്. ഇവിടുത്തെ സാർമാരൊക്കെ ബയോളജി ആണെങ്കിലും ഫിസിക്സ് ഒന്നും എനിക്കധികം ഇൻട്രസ്റ്റ് ഇല്ലാത്ത ചാപ്റ്ററിന്. പക്ഷേ ഫിസിക്സിലെ കൺസെപ്റ്റും കാര്യങ്ങളും പ്രോബ്ലമൊക്കെ ഇപ്പോൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്ലാസ്സാണ്. ഒരു ആവറേജ് എല്ലാവരും വിചാരിക്കുന്ന പോലെ നീറ്റ് എന്ന് പറഞ്ഞാൽ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം എല്ലാ ആവറേജ് സ്റ്റുഡൻറ്റിനും ഇത് പറ്റും. പിന്നെ നമ്മൾ നീറ്റ് പറഞ്ഞാൽ ഇങ്ങനെ എന്തോ വലിയ എന്തോ സാധനമെന്നോ അങ്ങനെ എന്തോ വിചാരിച്ചു. ഞാനും അങ്ങനെ ഒരാൾ തന്നെയാണ്. അങ്ങനെ തന്നെ ഞാനിങ്ങോട്ട് വന്ന് ഫസ്റ്റിലൊക്കെ നല്ല ഇടങ്ങാറുണ്ടായിനി. ഞാനിതുപോലെ ആവറേജ് ഒരു സ്റ്റുഡൻ്റ് ആയിനി. അപ്പോൾ പ്രോബ്ലം ചെയ്യാനൊന്നും അങ്ങനെയൊന്നും കയ്യിലൊന്നും ഇല്ലേനി. പിന്നെ കുറേ നോക്കി പിന്നെ സാറന്മാരൊക്കെ വന്ന് ഒപ്പരം നിന്ന് ഓരോന്ന് പഠിപ്പിച്ചെന്ന് ഇപ്പം അൽഹംദുലില്ലാഹ് കുറേ എന്തൊക്കെയൊക്കെ പ്രോബ്ലങ്ങളും ഓരോന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫിസിക്സ് ക്ലാസ്സൊക്കെ ആണെങ്കിൽ സച്ചിൻ സാർ എന്ന് പറഞ്ഞാൽ സാർ ഇങ്ങനെ കുറേ എന്തൊക്കെയൊക്കെ കാണാതെ പഠിപ്പിക്കാൻ സാർക്ക് ഇഷ്ടമല്ല. ബൈ ഹാർട്ടിങ് എന്ന് പറഞ്ഞാൽ സാർക്ക് തീരെ ഇഷ്ടമല്ല. സാറ് ഓരോന്നും ഇങ്ങനെ മനസ്സിലാക്കി എനിക്ക് ഫിസിക്സ് ഒന്നും അങ്ങനെ ഒന്നും അറിയില്ല. ഇപ്പം എനിക്ക് ഇഷ്ടമാണ് ഫിസിക്സ്. സത്യത്തിൽ നല്ല എനിക്ക് ഇഷ്ടമാണ്. ഓരോന്നും നല്ലോണം മനസ്സിലാക്കി ഓരോ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റാണ് പഠിക്കാൻ. ഓരോന്ന് അറിഞ്ഞാൽ നല്ല രസമാണ് ഫിസിക്സ് പഠിക്കാൻ. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് നീറ്റിൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ. പക്ഷെ നല്ല രസമാണ്. ഇവിടുന്ന് സച്ചിൻ സാർ പറഞ്ഞാൽ നല്ല വൃത്തിയിലാണ് ഫിസിക്സ് എല്ലാ സബ്ജക്റ്റും, ഫിസിക്സ് മാത്രമല്ല സുവോളജിയും ബോട്ടണിയും കെമിസ്ട്രിയും എല്ലാവരും വൃത്തിയിൽ എല്ലാം മനസ്സിലാക്കി തന്ന് വൃത്തിയിലാണ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ എക്സാംസും എല്ലാ കാര്യങ്ങളും വൃത്തിയിൽ. പിന്നെ ടൈം ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ തീർക്കുക എന്നുള്ളതല്ല. ഓരോന്നും എല്ലാം ഇപ്പം ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ ഇന്ന് പഠിച്ച് പിന്നെ നാളെ അതിൻ്റെ എക്സാം കഴിഞ്ഞ് ആ ഒരു തിയറി ആ ഒരു ഭാഗം നമ്മൾ പഠിച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മളെ പിറ്റേന്ന് അതിൻ്റെ എക്സാം എഴുതി അങ്ങനെ ആ ഒരു ടോപ്പിക്ക് വൃത്തിയായിട്ടാണ് പിന്നെ നമ്മൾ അടുത്തയിലേക്ക് പോകുന്നത്. അങ്ങനെ ഓരോന്നും വൃത്തിയിൽ പഠിച്ചു പോകാൻ കഴിയുന്നത് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് പഠിക്കാൻ പറ്റും. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് വെച്ചാൽ ഇവിടുത്തെ ആംബിയൻസ് ആണ്. നമുക്ക് നല്ല സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ്. പിന്നെ ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റി നല്ല അടിപൊളിയാണ്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ഹെൽത്തി ഫുഡാണ് തരുന്നത്. ക്ലാസ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയാണ്. നല്ലോണം പഠിക്കാൻ പറ്റും. നല്ല ടീച്ചേഴ്സ്മാർ നല്ല കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ +2 എന്നൊക്കെ പറഞ്ഞാലും അതേ സർഫസ് ഏരിയത്തിലൂടെ അങ്ങനെ പോവുള്ളൂ. ഇപ്പോൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് എടുത്തു തരണം. ഇപ്പോൾ ഇവരുടെ ടീച്ചേഴ്സ്മാരെ വെച്ചാൽ നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏറ്റവും ലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും
നല്ല കയറി വരാൻ പറ്റിയ ഒരു ക്ലാസ് തന്നെയാണ് ഇവിടെ തരുന്നത്. ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നമ്മളെയാണ്. നമുക്ക് ക്ലാസ് മനസ്സിലായോ, നമുക്ക് ആക്സസിബിൾ ആണോ, നമുക്ക് ഇപ്പം മെറ്റീരിയൽ വേണോ, എന്തുകൊണ്ടും നമുക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ നമുക്കൊരു ക്ലാസ് മനസ്സിലായില്ല നമ്മൾ പറഞ്ഞാൽ അത് ഒന്നും കൂടെ ക്ലാസ് എടുത്തു തരാനും അതിന് ആൾക്കാരെ വെച്ച് തരാനും അവർ റെഡിയാണ്. ഇവിടെ ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വെച്ചാൽ ഭയങ്കര റിലാക്സ്ഡ് മൈൻഡാണ്. എന്ന് കരുതി ഇവിടെ ആരോ കളിക്കുക അങ്ങനത്തെ മൈൻഡല്ല. നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുള്ളൊരു ചാൻസ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ വർക്കിംഗ് എഫിഷ്യൻസി കൂടും. നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതല്ല, ആ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര വൃത്തിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ടോപ്പിക് ഇപ്പം ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് എടുത്ത് അങ്ങോട്ട് തീർക്കുക, പോർഷൻ തീർക്കുക എന്നുള്ളതല്ല. കുറച്ച് ടോപ്പിക് എടുക്കും, പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ലീവ് തരും. ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഇതുവരെ പഠിച്ച് നമുക്കിപ്പം ഇപ്പൊ ഡെയിലി എക്സാമിന് വേണ്ടിയിട്ട് കവർ ചെയ്യാൻ പറ്റാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ പോലും അത് ആ ഹോളിഡേയ്സിൽ അല്ലെങ്കിൽ ആ ലീവ് തരുന്ന ദിവസം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു ബാക്കിലൊരു ലോഡ് വരുന്നില്ല. അപ്പൊ പിന്നെ മെഗാ ടെസ്റ്റ് ഇപ്പം ഡെയിലി എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞ സെയിം ചാപ്റ്റേഴ്സ് ആണ് മെഗാ ടെസ്റ്റിന് വരുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ബാക്ക് ലോഡ് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു സമാധാനത്തിൽ പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചെന്ന് തന്നെ നമുക്ക് തോന്നും. നീറ്റ് എക്സാമിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എത്രത്തോളം റിവിഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രാധാന്യം. എത്രത്തോളം റിവൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും അന്ന് എക്സാം എഴുതുമ്പോൾ. അപ്പം റിവിഷനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഫുൾ പ്ലാൻഡ് ആണ്. ഇപ്പോൾ ടീച്ചേഴ്സ് എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്ട്സും ഒക്കെ ടീച്ചേഴ്സ് നമുക്ക് പ്ലാൻ ചെയ്ത് തരും. അപ്പോൾ നമ്മളായിട്ട് ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്കും ടീച്ചേഴ്സ് ഇവിടെ എഫേർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ എക്സാംസിന്റെ കാര്യത്തിലായിക്കോട്ടെ, ചാപ്റ്റേഴ്സ് ഒന്നുകൂടി കവർ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ ഒക്കെ നല്ല രീതിയിൽ ഇവിടെ പ്ലാനിങ് ചെയ്യുന്നുണ്ട്.